നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവന്റെ ടെൻഷൻ കണ്ട അവനാണ് പ്രസവ വേദന എന്ന് തോന്നുമല്ലോ. കഷ്ടകാലത്തിന് അവൻ ഉള്ളപ്പോഴേ എല്ലാം സംഭവിച്ചത്. ഇല്ലെങ്കിൽ ഒന്നും അവനെ അറിയിക്കണ്ടായിരുന്നു. ഒന്നും മിണ്ടായിരിക്കാൻ വിളി. വിനയൻ അപ്പൊ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ചീരോനെ നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു? രഘുവേട്ടനെ തിരിച്ചു വിളിക്കാൻ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ. അപ്പൊ അനുവിന്റെ കാര്യത്തിന് അവന് പോലീസ് സ്റ്റേഷനിലേക്ക് പോണ്ടേ? അച്ഛാ, ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഗൈനക്കോളജിസ്റ്റ് ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ വിനയ. അവരവളെ വിശദമായിട്ട് പരിശോധിക്കായിരിക്കും. ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ആ വീട്ടിലെ പ്രഷറൊന്നും ചീരുവിന് താങ്ങാൻ പറ്റില്ലെന്ന്. ഇപ്പൊ എന്തായി? എന്റെ വാക്കിന് ആർക്കും വിലയില്ലല്ലോ. ഞാൻ അവിടെ വരുന്നതാണ് ചീരുവിന്റെ പ്രശ്നം എന്നായിരുന്നല്ലോ എല്ലാവരുടെയും വാദം. ഇന്നും എനിക്ക് പറയാനുള്ളത് കേട്ടിരുന്നെങ്കിൽ അനുപമയെ പോലീസ് കൊണ്ടുപോയില്ലായിരുന്നല്ലോ. ഓ പിന്നെ അനുപമയെ രക്ഷിക്കാനുള്ള തെളിവും കൊണ്ട് നടക്കല്ലേ നീ? പോലീസ് അവളെ കൊണ്ടുപോകാതിരിക്കാൻ. അമ്പിളി, പിന്നെ ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം വേണ്ടേ അച്ഛാ? രഘുവേട്ടൻ ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് എല്ലാത്തിനും കാരണമൊന്നും വരുത്തി തീർക്കല്ലേ ഇവൻ? രഘുവേട്ടന് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ഒരു അവകാശമില്ല. അത് താമസിയാതെ അമ്പിളി ചേച്ചിക്ക് രഘുവേട്ടന് മനസ്സിലാവും. പിന്നെ അനുപമയെ രക്ഷിക്കാനുള്ള തെളിവ് അതുണ്ട് അമ്പിളി ചേച്ചി. ആ തെളിവുമായിട്ട് തന്നെയാ വിനയൻ നടക്കുന്നത്. ഇതിനു വേണ്ടി താമസിയാതെ വിനയനെ അന്വേഷിച്ച ആളെ എത്തുകയും ചെയ്യും. വിനയ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അച്ഛാ, അത് തന്നെയായി പറയുന്നത്. എന്റെ ബാഗിലുള്ള ആരാ ഇവിടെ ഉള്ളേ? ഈ മെഡിസിൻ ഒക്കെ വാങ്ങിക്കണം, പെട്ടെന്ന് മേടിച്ചോണ്ട് വരണേ. ശരി, ഇപ്പൊ കൊണ്ടുവരേ. വിനയ, നിന്റെ കാശുണ്ടോ? ആ ഉണ്ടച്ചാ. കയ്യില് കുറച്ച് ചില്ലറ കാണും. അത് വെച്ച് ചീരുവിന്റെ ഡെലിവറി ചെലവ് മുഴുവൻ താനാണ് നോക്കുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാച്ച അവൻ. അമ്പിളി, ആരെ നീ അങ്ങനെ കുറച്ച് കാണണ്ട. ആരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ അവന്റെ കയ്യിലിരിപ്പിനെ കുറിച്ച് നമുക്കറിയാലോ. അവന്റെ കയ്യിൽ അനുപമയെ രക്ഷിക്കാനുള്ള തെളിവുണ്ടെന്നാണോ അച്ഛൻ വിശ്വസിക്കുന്നത്? ഒന്നുമില്ലാതെ അവൻ ഇങ്ങനൊരു കള്ളം പറയൂ അമ്പിളി. ഇതുവരെ കാണാത്തൊരു ബാഗും അവന്റെ കയ്യിലുണ്ട്. ഓ പിന്നെ തെളിവും ബാഗുമായിട്ട് നടക്കുകയല്ലേ അവൻ. അച്ഛൻ ഇവനെയൊക്കെ വീണ്ടും വിശ്വസിക്കുന്നുണ്ടല്ലോ. ഓ എന്റെ പൊന്നോ. $3610. പ്രിസ്ക്രിപ്ഷൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അതെ, ഒരു 110 രൂപയുടെ കുറവുണ്ടല്ലോ. ഞാനിത് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ബാലൻസ് കൊണ്ടു തന്നാ മതിയോ? ഞാനിതിലെ മരുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ സാറ് മേടിച്ചു. സാറ് പോയി ബാലൻസ് എടുത്തിട്ട് വായോ. അല്ല, അത് അത്യാവശ്യമുള്ളതുകൊണ്ടാ പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി പറഞ്ഞതേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മെഡിസിൻ മുഴുവൻ അവിടെ എത്തിക്കണ്ടേ? സാറ് ഈ പറഞ്ഞ സമയം കൊണ്ട് ബാക്കി കാശ് എടുത്തിട്ട് വന്നാൽ മതി. ഒരു മിനിറ്റ്.
ശ്യാമേ നിർത്ത് വണ്ടി നിർത്ത്. വിനയ നിൽക്കുന്നു. ആ വിനയ, ആ സത്യം. ഞങ്ങൾ നിന്നെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരികയായിരുന്നു. അല്ല, നീ മെഡിസിൻ വാങ്ങാൻ വന്നതാണോ? അതെ, പക്ഷെ കാശ് തികഞ്ഞില്ല. ഒരു 110 രൂപയുടെ കുറവുള്ളത് കൊണ്ട് അവർ തന്നില്ല. വിനയൻ ഈ മെഡിസിൻ എടുത്തോണ്ട് പോകും, കാശ് ഞങ്ങൾ കൊടുത്തോളാം. അതെ വിനയ, വാ.